നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 70 അംഗങ്ങളുള്ള നിയമസഭയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാൻ കോൺഗ്രസിന് കഴിയും എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഏറെ പരിഭ്രാന്തരാകുന്നത് BJP അല്ല, വാസ്തവത്തിൽ ആം ആദ്മിയാണ്. ആം ആദ്മിയുടെ ഏറ്റവും വലിയ ഭയം എന്തെന്നാൽ 2013 നുണകൾ കൊണ്ട് കെട്ടിയ ആ കൊട്ടാരം പൊളിയുന്നു, സർവനാശം സംഭവിക്കുന്നു. കോൺഗ്രസ് തിരിച്ചു വന്നാൽ ആം ആദ്മിക്ക് അവിടെ സ്പേസ് ഇല്ല. ആം ആദ്മി വിഴുങ്ങിയത് അത്രയും കോൺഗ്രസിൻ്റെ വോട്ടുകളാണ്. എന്നാൽ കോൺഗ്രസ് പടിപടിയായി അവരുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് തിരിച്ചു വരുന്നു. കെജ്രിവാളിനെ നേരിടുന്നത് സന്ദീപ് ദീക്ഷിതാണ്. ഷീല ദീക്ഷിത്തിൻ്റെ മകനും കോൺഗ്രസ് നേതാവുമായ സന്ദീപ് ദീക്ഷിത് മുൻപ് ഡൽഹിയിൽ നിന്നുള്ള MP കൂടിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പഴയ കണക്കുകൾ തീർക്കാനായി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷീല ദീക്ഷിതിനെ പരാജയപ്പെടുത്തിയ അതേ ന്യൂഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ചില കണക്കുകൾ കൃത്യമായി ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയാണ്. തൻ്റെ മാതാവിനെ കുറിച്ച് കല്ല് വെച്ച നുണകൾ അടിച്ചുവിട്ട കെജ്രിവാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചത് ഒരു രീതിയിലും സമരപരിപാടികൾ നടത്തിയതുകൊണ്ടോ പിക്കറ്റിംഗ് നടത്തിയതുകൊണ്ടോ ധർണ സംഘടിപ്പിച്ചതുകൊണ്ടോ അല്ല എന്ന ക്യാമ്പയിനിങ് ഏറെ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ്. കെജ്രിവാൾ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട അഴിമതിക്കാരനാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനെ തിഹാർ ജയിലിലേക്ക് മാറ്റിയത്. ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ പലരെയും, മനീഷ് സിസോദിയെയും സതീന്ദ്ര ജെയിനെയും ഒക്കെ എന്തുകൊണ്ടാണ് അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അവർക്കെതിരെ നീക്കങ്ങൾ നടന്നത്? BJPയുടെ രാഷ്ട്രീയ കുടിപ്പകയാണെങ്കിൽ അത് ഒന്നോ ഒന്നിലധികമോ ആയിട്ടല്ല. കെജ്രിവാളിന് വീണ്ടും പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയാണ്. കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയായ അഭിഷേക് മനു സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി ജാമ്യ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർണായകമായി നടത്തിയത്. എന്നിട്ട് കെജ്രിവാളോ കോൺഗ്രസിനെ ചീത്തവാക്കും വിളിച്ചുകൊണ്ട് കോൺഗ്രസ് തുലയണം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുകയാണ്. അവിടെയാണ് ഇതിലെ വൈരുദ്ധ്യം എത്രത്തോളമെന്ന് മനസ്സിലാക്കുന്നത്. കൽക്കാജി മണ്ഡലത്തിൽ മത്സരിക്കുന്ന അൽക്കാലാമ്പ നിലവിലെ മുഖ്യമന്ത്രിയായ ഡമ്മിയായിട്ടുള്ള അതിഷി മാർലേനെ പരാജയപ്പെടുത്തും എന്നേറെക്കുറെ ഉറപ്പാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ മിന്നിത്തിളങ്ങുന്ന മുഖം ദേവേന്ദ്ര യാദവിൻ്റേതാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു ട്രാക്ക് റെക്കോർഡുള്ള നേതാവ് എന്നതിലുപരിയായി സൗമ്യനും ശാന്ത സ്വഭാവമുള്ള ഒരു മനുഷ്യൻ. ഡൽഹി ജനതയ്ക്ക് ഏറെ കാലത്തോളം പരിചയമുള്ള, വളരെ കാലമായി ഡൽഹി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പ്രവർത്തിക്കുന്ന നേതാവ്. രാഹുൽ ഗാന്ധി തൻ്റെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിശ്രമത്തിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലും സൈറ്റുകളിലും വോട്ടുകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിരന്തരമായി അദ്ദേഹം ആക്റ്റീവാണ്. കോൺഗ്രസിൻ്റെ പല പ്രദേശത്തു നിന്നുള്ള, ഉത്തർപ്രദേശിൽ നിന്നും, ബീഹാറിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, കർണാടകയിൽ നിന്നും, കേരളത്തിൽ നിന്നും ഒക്കെ നേതാക്കൾ കൂട്ടമായി ഡൽഹിയിൽ പ്രചരണത്തിനായി ഒഴുകിയെത്തുകയാണ്. സമാനതകളില്ലാത്ത ഒരു മുന്നേറ്റം. തലസ്ഥാന നഗരി തിരികെ പിടിക്കേണ്ടതിൻ്റെ അനിവാര്യത. 2013 ശേഷം അധികാരം കൈവിട്ട കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്തം എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നാണ് ദേവേന്ദ്ര യാദവ് പറയുന്നത്.